Okay, we are going to start. All of you take your textbook. Where did we stop in the last class? I think we are discussing about the poem The Classroom in the Train. The Classroom in the Train. അല്ലേ അതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് we just completed that lesson, right? Yes. Then page number 25. Page number 25. Read and write. Read and write. Okay, kando. A. Tick the most appropriate options. Tick the most appropriate options. Okay, are you ready? Yes. First one. Toto-chan was excited because. Toto-chan was excited because. And the question. Appropriate. ഉചിതമായ ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വായിക്കാം. ഓക്കെ. Toto-chan was excited because. Toto-chan excited ആയതിന്റെ കാരണം. Okay. Option 1. A. It was her first day at school. Say yes or no. അത് അവളുടെ ഫസ്റ്റ് ദിവസം അല്ലേ? ആ സ്കൂളിലെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണോ അവൾ എക്സൈറ്റഡ് ആയത്? ആണ്. അതൊരു അപ്രോപ്രിയേറ്റ് ആയ ഓപ്ഷൻ അല്ലേ, ഉചിതമായ ഓപ്ഷൻ അല്ലേ അത്? സോ ദെൻ ടിക്ക് the first one. Tick A. Tick A. മനസ്സിലായില്ലേ മക്കൾക്ക്? ഹലീമ നോക്ക. Toto-chan was excited because. Toto-chan excited ആവാൻ കാരണം it was her first day at school. അവളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ്. ഓക്കെ, അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ടിക്ക് ചെയ്യുക. സെക്കൻഡ് വൺ ഡി നോക്കുക. It was her first day in a new school and classroom. അവളുടെ ആ ക്ലാസ്സിലെയും സ്കൂളിലെയും പുതിയ ഒരു ദിവസം ആയതുകൊണ്ടാണ് അവൾ എക്സൈറ്റഡ് ആയത്. അതും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയല്ലേ? അല്ലേ? പുതിയ ക്ലാസ് റൂമും പുതിയ സ്കൂളും കാണുമ്പോൾ ആ കുട്ടിക്ക് എന്താ? She was excited because that was her first day at new school അല്ലേ? പുതിയ സ്കൂൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് എയും ബിയും ടിക്ക് ചെയ്യാം. എ ടിക്ക് ചെയ്യാം, ബിയും ടിക്ക് ചെയ്യാം. ഇനി തേർഡ് വൺ. Her new school had railroad cars as classroom. അതോ? Is it appropriate? പറഞ്ഞേ. വേഗം പറയൂ. അതുകൊണ്ടാണോ അവൾ എക്സൈറ്റഡ് ആയത്? പറയടോ. Yes or no? അതും വേണമെങ്കിൽ പറയാം അല്ലേ? Her new school had railroad cars as classroom. ഇനി ഡി നോക്കുക. She did not know what the classroom would be like. സി അപ്പോ അവിടെ ഒരു മിസ്മാച്ച് അല്ലേ? അല്ലേ? ഡി നോക്കുക. She did not know what the classroom would be like. അവൾക്ക് അറിയില്ല എങ്ങനെയാണ് അവളുടെ ക്ലാസ് റൂം എന്ന് അവൾക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ അവൾ എക്സൈറ്റഡ് ആയത്. സോ ടിക്ക് ദ ഫോർത്ത് വൺ. ഡി ടിക്ക് ചെയ്യാം, സി അവിടെ ടിക്ക് ചെയ്യണ്ട. ഓക്കെ, ആ 4 ഓപ്ഷൻസിൽ വെച്ചിട്ട് ആ സി അല്ലേ ഒരു ഉചിതമായിട്ട് നമുക്ക് തോന്നാത്തത്? ഡി അല്ലേ? നോക്കുക, ഡി നോക്കുക. She did not know what the classroom would be like. അവൾക്ക് അറിയില്ല, അവളുടെ ക്ലാസ് എങ്ങനെയാണെന്ന് അവൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവൾ എക്സൈറ്റഡ് ആയത്. പുതിയൊരു സ്കൂളിൽ വരുന്ന സമയത്ത് ക്ലാസ് എങ്ങനെയാണെന്നോ സ്കൂൾ എങ്ങനെയാണെന്നോ അറിയാതെ അല്ലേ ഒരു കുട്ടി വരിക പുതിയ സ്കൂളാവുന്ന സമയത്ത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ നമ്മുടെ സ്കൂളിൽ ചേർന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് നമ്മുടെ സ്കൂള് ക്ലാസ് ഒക്കെ. അപ്പൊ നിങ്ങൾ എന്താ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയല്ലേ? ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കുക. Second one. All of you listen here. The word perpetual in the sentence studying here would be like going on. Okay? Perpetual എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? Unending journey ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? The word perpetual in the sentence studying here would be like going on. Okay? Unending ആണ്, തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. Going on. Okay? A perpetual journey can be best replaced by the word. Perpetual journey
അതായത് പെർപെച്വൽ എന്ന വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വേറെ ഒരു വേർഡ് ഉപയോഗിക്കലാണ് അല്ലെ? അല്ലെ? ഈ പെർപെച്വൽ എന്ന വേർഡിന് പകരം അതേ മീനിങ് ഉള്ള വേറൊരു വേർഡ് വേറൊരു വേർഡ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് പറയാ? റീപ്ലേസ് ചെയ്യുക എന്ന് പറയാ. ഓക്കെ, അപ്പോ പെർപെച്വൽ ജേർണി ക്യാൻ ബി ബെസ്റ്റ് റീപ്ലേസ്ഡ് ബൈ ദ വേർഡ് ഫസ്റ്റ് വൺ എ കണ്ടിന്യൂസ്, ബി പെർമനന്റ്, സി ജോയ്ഫുൾ ആൻഡ് ഡി പെർഫെക്റ്റ്. ഏതാണ് പെർപെച്വൽ ജേർണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്? ഏതാ ഇതില്? കണ്ടിന്യൂസ് ആണോ, പെർമനന്റ് ആണോ, ജോയ്ഫുൾ ആണോ, പെർഫെക്റ്റ് ആണോ? ഒന്ന് പറഞ്ഞേ. ഇത് ദേഷ്യം വരുന്നുണ്ടേ, പറഞ്ഞേ. എടാ പെർപെച്വൽ ജേർണി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം നിങ്ങളെ. ഓക്കെ, പറഞ്ഞോ. കണ്ടിന്യൂസ്. കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആണല്ലേ? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പെർപെച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? അൺഎൻഡിങ് ആണ്, ഗോയിങ് ഓൺ ആണ്. മിസ് പറഞ്ഞല്ലേ? പെർമനന്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മൾ നേരത്തെ സ്റ്റേഷനറി എന്ന് വേർഡ് ഉപയോഗിച്ചു അല്ലെ? സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നതാണ് പെർമനന്റ്, സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞത് അല്ലെ? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പെർപെച്വൽ ജേർണി എന്ന് പറയുമ്പോൾ അൺഎൻഡിങ് ആണ്, അൺഎൻഡിങ് ജേർണി, കണ്ടിന്യൂസ് ജേർണി. മനസ്സിലായോ? Okay, next one, third one. Toto-chan decided she would go to school every day because Toto-chan decided, Toto-chan തീരുമാനിച്ചു എന്ത്? She would go to school every day because അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, പുതിയ സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്നു അവൾ തീരുമാനിച്ചില്ലേ? ഇല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം ഫസ്റ്റ് വൺ എ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ടിക്ക് ചെയ്യണേ. That was the right thing to do. First one. Second one, she did not want to go back to her old school. Third one, she liked her new school very much. And D, she wanted to spend as much time in the railroad car as possible. ഇതിൽ ഏതാണ്? പറഞ്ഞോ. ഓക്കെ, ഏതൊക്കെയാണ് ഹെവൻ? നേരത്തെ മിസ് പറഞ്ഞു കേട്ടായിരുന്നു. നേരത്തെ മിസ് പറഞ്ഞത് കേട്ടില്ലേ? നേരത്തെ ആൻസർ കേട്ടില്ലായിരുന്നു. നേരത്തെ ആൻസർ കേട്ടിട്ടില്ലായിരുന്നു. കണ്ടിന്യൂസ് എഴുതും മക്കളെ. കണ്ടിന്യൂസ് എ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി തേർഡ് വൺ. Toto-chan decided she would go to school every day because first one, that was the right thing to do. അതാണ് ശരിയായ കാര്യം അല്ലെ? ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ശരിയായ കാര്യം എന്താണ്? എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതാണ് അല്ലേ? That was the right thing to do. നിങ്ങൾക്കായാലും എല്ലാ ദിവസവും സ്കൂളിൽ പ്രസന്റ് ആകുന്നതല്ലേ നല്ല കാര്യം അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യം എന്താണ്? ജസ്റ്റ് എന്നെന്താ ഒരു ഉഷാറില്ലാത്തത്? Okay, so tick the first one. A tick cheya. A. Second one, she did not want to go back to her old school. അവൾക്ക് അവളുടെ പഴയ സ്കൂളിലേക്ക് തിരിച്ചു പോകുകയേ വേണ്ടിയിരുന്നു. അതും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതല്ലേ അല്ലേ? പുതിയ സ്കൂളിൽ എല്ലാ ദിവസവും വരുന്നു എന്ന് പറയുമ്പോൾ പഴയ സ്കൂളിൽ പോവുകയേ വേണ്ട എന്നല്ലേ അർത്ഥം? So tick the second one also. Next, third one, she liked her new school very much. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ടിക്ക് ചെയ്യാം. Okay, she liked her new school very much. അത് ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് ഡി നോക്കുക. She wanted to spend as much time in the railroad car as possible. ആ railroad കാസിൽ അവൾക്ക് അവളുടെ സമയം മുഴുവനും ചെലവഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ? She wanted to spend as much time in the railroad car as possible. അല്ലേ? പറ്റുന്നിടത്തോളം അല്ല പറ്റുന്നത്ര അവളുടെ സമയം ആ railroad കാറിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. So tick the last one. C tick ചെയ്യണ്ട. Tick the D, last one D. Okay. Any fourth one. Toto-chan stopped singing when. Toto-chan പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു പാട്ട്? ഏതായിരുന്നു പാട്ട്? I am so happy I am. Why I am happy? Why am I happy? Because. അല്ലേ? Toto-chan stopped singing when
She saw a girl come in. അതൊരു appropriate ആയിട്ടുള്ള സെന്റൻസ് അല്ലേ? So you can tick the first one. She saw a girl come in. ഒരു കുട്ടി അകത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവൾ അവളുടെ പാട്ട് നിർത്തി. ഇനി second one. She saw a boy come in. ഇവിടെ നോക്ക, ഇപ്പുറത്ത് പറയണ്ട് പേജ് നമ്പർ 23 ലാസ്റ്റ് വൺ. I am so happy am I. Why am I happy? Because just at that moment someone got in. ആരോ ഒരാൾ വന്നു എന്നാ പറഞ്ഞത് അല്ലെ? ആരാണ് നമ്മുടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഏതൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആവാം? ഇവിടെ Toto Chan stopped singing when she saw a girl come in. ഒന്നുകിൽ ഒരു ഗേൾ ആവാം അല്ലെ? ഒരു പെൺകുട്ടി കടന്നു വന്നോണ്ടായിരിക്കാം അവള് പാട്ട് നിർത്തിയത്. ഇനി സെക്കൻഡ് വൺ, she saw a boy come in. ഒരു ആൺകുട്ടി ക്ലാസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ടായിരിക്കാം അവൾ അവളുടെ പാട്ട് നിർത്തിയത്. ഇനി സി നോക്ക, she saw the girl put away her things. അതുകൊണ്ടാണോ? അതൊരു മിസ്മാച്ച് ആയിട്ടുള്ള സെന്റൻസ് അല്ലേ? അല്ലേ? she saw the girl put away her things. ഏതോ ഒരു കുട്ടി അവളുടെ സാധനങ്ങളൊക്കെ എറിഞ്ഞത് കണ്ടോണ്ടാണ് അവൾ പാട്ട് നിർത്തിയത്. അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണോ? അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ. ഇനി ഡി നോക്കുക, the other 8 students had all come in. അതും വേണമെങ്കിൽ ആവാം അല്ലെ? ബാക്കിയുള്ള 8 കുട്ടികളും, ടോട്ടൽ 9 കുട്ടികളാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ 8 കുട്ടികളുടെ ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് കയറിയതുകൊണ്ടാവാം, ക്ലാസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ടാവാം അവൾ പാട്ട് നിർത്തിയത്. ഓക്കെ, so take the last one, D. Okay. Ini fifth one noka, Tomo Gakuen was the name of a options. Tomo Gakuen endinte peranu? Tomo Gakuen was the name of a classroom. Second one, B school, C student, D teacher. Which is the correct one? A ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, B, C, D ഏതാണെന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മിസ്സിന് എളുപ്പമായിരുന്നു. ടോമോ ഗാക്വൻ എന്തിന്റെ പേരാ? എല്ലാവരും പറയണം. ടോമോ ഗാക്വൻ, ടോമോ ഗാക്വൻ. ജസ്റ്റസ് ഏതിൻ്റെതാ? കൈ കാണിച്ചാൽ മതി മിസ്സിന്. 1, 2, 3, 4 ഏതാണെന്ന് വെച്ചാ പറയാ. ആഹാ, ക്ലാസ് റൂമിന്റെ പേരാണോ ജസ്റ്റസ്? ആ, സെക്കൻഡ് വൺ സ്കൂളിന്റെ പേരാണ് അല്ലെ? അവളുടെ പുതിയ സ്കൂളിന്റെ പേരാണ് എന്ത്? ടോമോ ഗാക്വൻ. ഓക്കെ, വെരി ഗുഡ്, നല്ല മക്കളാണ്. ചെക്ക് ദ സെക്കൻഡ് വൺ, ബി. ബി ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ബി നോക്കുക, സെക്ഷൻ ബി. റൈറ്റ് ദ ആൻസേഴ്സ്. റൈറ്റ് ദ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, what changes had been made to the railroad car to turn it into a classroom? Make a list, share your answer list with the class. And the question, what changes had been made to the railroad car to turn into a classroom? എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ റെയിൽറോഡ് കാറിന് ഉണ്ടായത്? ഒരു ക്ലാസ് റൂമിലേക്ക് മാറുന്ന സമയത്ത് അല്ലെ? ആ റെയിൽറോഡ് കാറ് ക്ലാസ് റൂമിലേക്ക് മാറുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്? എന്തൊക്കെയായിരുന്നു? ടെക്സ്റ്റ് ബുക്ക് നോക്കിട്ട് പറഞ്ഞേ. Make a list, share your list with the class. പറഞ്ഞോ. എന്തൊക്കെയാണെന്ന് വേഗം പറഞ്ഞോ. First one, there is a blackboard അല്ലേ? A blackboard placed on the front of the class or front of the car. ആ കാറിന്റെ മുന്നിലായിട്ട് എന്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു ബ്ലാക്ക് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്. പിന്നെ എന്താ? Any other answers? Okay, Justice. പറഞ്ഞ മോനെ. ബെഞ്ചും ഡെസ്കും വെക്കണം. Very good. The lengthwise seats had been removed and the school desk had taken their place. Okay? അല്ലേ? നമ്മുടെ lengthwise, ആ കാറിന്റെ lengthwise സീറ്റിന് പകരം എന്താണുള്ളത്? The lengthwise seats had been removed and the school desk and benches had taken their place.
ഓക്കെ, അപ്പൊ ഏതിനൊക്കെ പകരം ലെങ്ത് വൈസ് സീറ്റിന് പകരം സ്കൂൾ ഡെസ്കും ബെഞ്ചും ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫ് ദ കാർ, ആ കാറിന്റെ ഫ്രണ്ടിലായിട്ട് എന്തുണ്ട്? ഒരു ബ്ലാക്ക് ബോർഡ് കൂടി ഉണ്ട്. ഓക്കെ, ഇനി the hand straps had been removed too. പറഞ്ഞിട്ടുണ്ട് കാറിന് എന്തുണ്ടാവും? ഹാൻഡ് സ്ട്രാപ്സ് ഉണ്ടാവും അല്ലെ? പക്ഷെ ഇവിടെ ക്ലാസ് റൂം ആവുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? The hand straps had removed too. ഓക്കെ, ആ ഹാൻഡ് സ്ട്രാപ്സ് കൂടി അവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെ കളയുമ്പോഴത്തേക്ക് എന്തായി? അതൊരു ക്ലാസ് റൂമിലേക്ക് ചേഞ്ച് ചെയ്ത് വന്നു. ഇപ്പൊ ആൻസർ എഴുതണ്ടല്ലോ, വേണ്ടല്ലോ, വാട്സാപ്പിൽ മിസ് തരാം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചേ. Who will read the second question? ആരുമില്ല വായിക്കാൻ? ഹരിതന്റെ വായിച്ചോ മോനെ. Why did Toto-chan feel that the railroad car classroom was moving? Which word tells you that it was not? Why did Toto-chan feel? You have to mute yourself. Why did Toto-chan feel that the railroad car classroom was moving? എന്തുകൊണ്ടാണ് ടോട്ടോച്ചാന് ആ റെയിൽറോഡ് കാർ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ടെൽസ് യു ദാറ്റ് ഇറ്റ് വാസ് നോട്ട്? പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ലാന്ന് ഈ നമ്മുടെ പാഠഭാഗത്തിലെ ഏത് വേർഡ് ആണ് പറയുന്നത്? ഏത് വേർഡ് ഈ റൈറ്റർ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ കാറ് മൂവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? അപ്പൊ എന്താ ആൻസർ? Our Toto-chan felt the train seemed to be moving because the trees and flowers in the ground were swaying in the breeze. അല്ലേ? ആ കാറ്റില് സ്കൂൾ ഗ്രൗണ്ടിലെ മരങ്ങളും പൂക്കളൊക്കെ ആടുന്നതായിട്ട് അവൾക്ക് തോന്നി അല്ലേ? Toto-chan felt the train seemed to be moving because the trees and flowers were swaying in the breeze. Okay. And next question, അതിന്റെ കൂടെ തന്നെ ഉള്ളത് എന്താ? Which word tells you that it was not? പക്ഷേ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഏത് വേർഡ് മനസ്സിലായത്? ജസ്റ്റ് സേ. Stationary. Very good. Stationary. അല്ലേ? The word stationary tells us that the train was not moving. Okay? കിട്ടി മോനെ? അഫ്രാസിന് എന്തെങ്കിലും പറയാനുണ്ടോ? Do you want to say anything? എത്രാമത്തെ ക്വസ്റ്റ്യൻ? Page number 25, write the answers. B. Second question. Why did Toto-chan feel that the railroad car classroom was moving? Which word tells you that it was not? Okay. Any. Next, C നോക്ക. Think and discuss with your partner. Share your answers in the class. Think and discuss with your partner. Share your answers in the class. Which feature in the railroad car tells you that it was old-fashioned? Okay. ഒന്ന് വായിച്ചേ അശ്വിനെ. Ashwin. Read that question. It's fast in the railroad car tells you that it was old. Old. Old-fashioned. Okay. ഏത് ഫീച്ചർ ആണ് പറയുന്നത് ഇതൊരു ഓൾഡ് ഫാഷൻഡ് കാർ ആണെന്ന്? ആ ക്ലാസ് റൂമിനെ അതൊരു ഓൾഡ് ഫാഷൻഡ് കാർ ആണെന്ന് പറയാൻ തക്കവണ്ണത്തിലുള്ള ഫീച്ചേഴ്സ് നമ്മുടെ പാഠഭാഗത്തുണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചേ. ഒന്ന് നോക്കി എന്റെ മക്കള്. The railroad car had a handle on the outside of the car, right?
For what? To open the door. അല്ലേ? ആ വാതിൽ തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് അവിടെ എന്തുണ്ടായിരുന്നു? The car had a handle. അല്ലേ? The car had a handle on the outside of the door. ആ ഡോറിന്റെ ഔട്ട്സൈഡിലായിട്ട് ഒരു ഹാൻഡിൽ ഉണ്ടായിരുന്നു. എന്നിട്ടോ to open the door. No one had to use both the hands to hold the handle and then slide the door to right. അല്ലേ? അതെന്തിനായിരുന്നു ടോട്ടോച്ചൻ പറഞ്ഞത്? അത് വലത്തേക്ക് നീക്കാൻ വേണ്ടിട്ട്. Okay. This feature tells us that the railroad car belonged to an old fashioned car. അല്ലേ? ആ ഫീച്ചർ ആണ് എന്ത് പറയുന്നത്? അതൊരു ഓൾഡ് ഫാഷൻഡ് കാർ ആണ് എന്ന്. ഏതാണ്? The car had a handle on the outside of the car to open the door. Okay. This feature tells us that was an old fashioned car. That was an old fashioned car. Okay. Any which is the second question? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മിസ് കുറച്ച് സ്പീഡിൽ പോവാണ്, നമുക്ക് തീർക്കണ്ടേ ഇതൊക്കെ? Okay, next നോക്കാം. Think second question. Adila, read the second question. Think and discuss with your partner. Share your answer. Second one. What were the difference between Toto Chan's old school and the new school? Okay, എന്തൊക്കെയാണ് പഴയ സ്കൂളും പുതിയ സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തൊക്കെയാണ് ഡിഫറൻസ് പറഞ്ഞേ? അവിടെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഇവിടെ ഓക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ Toto Chan's new school used an old-fashioned car as their classrooms. അല്ലേ? അവളുടെ സാധാരണ നമ്മുടെ സ്കൂളൊക്കെ എന്താ ബിൽഡിംഗ് ആയിരിക്കും, പക്ഷെ അവരുടെ പുതിയ സ്കൂൾ എന്താ? Her new classroom was an old-fashioned car. അവളുടെ പുതിയ സ്കൂൾ എന്തായിരുന്നു? ഒരു old-fashioned car ആയിരുന്നു. അല്ലേ? അല്ലേ? Then besides this, there was a big differences between her new school and old school. എന്താണെന്ന് പറയാമോ? In the new school, they can sit anywhere in the classroom, right? അല്ലേ? പുതിയ സ്കൂളിൽ അവർക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ പാടില്ലായിരുന്നോ? അല്ലേ? നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? സ്റ്റുഡൻസിന് ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവര് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് പോയി ഇരിക്കായിരുന്നു. പക്ഷെ പഴയ സ്കൂളിലോ? എന്താണ്? In the old school, in her old classroom, each student had allowed to sit specific desk and bench. അല്ലേ? അവർക്കായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഡെസ്കും ബെഞ്ചും അവർക്കുണ്ട്. അല്ലേ? പുതിയ സ്കൂളിലോ അവർക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അതാണ് രണ്ട് ഡിഫറൻസ്. ഏതൊക്കെയാണ്? Toto Chan's new school used an old-fashioned car as classrooms. Then next feature is, or next difference is, in her new school allowed the students to sit anywhere in the classroom they liked at any point of time. അത് ഏത് സമയത്തൊന്നുമില്ല. ഈവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് മാറിയിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. Okay. Then in her old school, each student had an assigned desk and they had to sit through the day. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണം. അല്ലേ? മാറാനും പറ്റൂല. That is the difference. ഇനി ഇത്രയും മതിയോടാ? അപ്പോ സി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡി ആണ് നോക്കേണ്ടത്. Circle the correct word within the brackets to complete each sentence. അതുകൂടി നോക്കിയാലോ? നോക്കാം. Okay. D നോക്കാം. Circle the correct word within the brackets to complete each sentence. എന്താണത്? അവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ലാസ്റ്റ് കണ്ടോ? രണ്ട് വേർഡ്സ് ഉണ്ട് ഓർ ഇട്ടിട്ട്.
അതിൽ ഏതാണ് കറക്റ്റ് ആ സെന്റൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഏതാണ് കറക്റ്റ് വേർഡ് വേണ്ടത് എന്ന് വെച്ചാൽ ഇത് സർക്കിൾ ചെയ്യാം. Aroma, Joel, Giovanna, turn on a video. Aroma, turn on a video. Okay, first one. Okay, the railroad car in Toto Chan school was stationary or stationary. ഏതാണ്? The railroad car in Toto Chan school was. Do you have dictionary? Do you have dictionary? Dictionary നോക്കാൻ അറിയോ നിങ്ങൾക്ക്? ഡിക്ഷണറി എത്ര പേരുടെ വീട്ടിലില്ല? എത്ര പേരുടെ വീട്ടിലില്ല ഡിക്ഷണറി? അപ്പൊ ഒരു കുഞ്ഞു ഡിക്ഷണറി മേടിച്ചു തരാൻ വേണ്ടി പറയാ. ഓക്കെ, ചെറിയ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി വാങ്ങിത്തരാൻ പറ്റി പറയാ. ഇംഗ്ലീഷ് പഠിക്കുന്നല്ലേ, അപ്പൊ ഡിക്ഷണറി വാങ്ങുക എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് വൺ. The railroad car in Toto Chan school was stationary or stationary. ഏതാണ്? എന്താണ് ഡിഫറൻസ്? നിങ്ങൾക്ക് ഇത് ഹോംവർക്ക് ആയിട്ട് വേണോ? ഇത് ഹോംവർക്ക് ആയിട്ട് വേണോ കണ്ടുപിടിക്കാൻ? രസമല്ലേ? ഡിക്ഷണറി നോക്കിയിട്ട് മീനിങ് കണ്ടുപിടിക്കാൻ ഇഷ്ടമല്ലേ? ഓക്കെ ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വാ, മീനിങ് കണ്ടുപിടിച്ചിട്ട് വാ, ബുക്കിൽ എഴുതി വെക്ക. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടല്ലോ ഒരു സെന്റൻസില്. സ്റ്റേഷനറി ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേഷനറി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതുക, അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ എന്ത് കൂടി എഴുതാം? അതിന്റെ മലയാളം മീനിങ് കൂടി എഴുതാം. ചെയ്തിട്ട് വരില്ലേ? ഓക്കെ, നല്ല മക്കളായിട്ട് ചെയ്തിട്ട് വാ. കുറെ നാളായി ഒന്നും ചെയ്യാത്തെ. അപ്പൊ മടിയില്ലാതെ എഴുതിട്ട് വാ കേട്ടോ. നിങ്ങളുടെ ഹോംവർക്ക് ഏതാണ്? വേർഡ്സ് ഇൻ യൂസ് ആണ്. വേർഡ്സ് ഇൻ യൂസ്. ഒന്നും വേണ്ട, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ വേർഡ്സിന്റെ മീനിങ് കണ്ടുപിടിച്ചാൽ മതി. ഒന്ന് സ്റ്റേഷനറി, സ്റ്റേഷനറി. സെക്കൻഡ് വൺ. അപ്പൊ രണ്ടെണ്ണത്തിൽ അത് തന്നെയാണ് വരുന്നത് അല്ലേ? രണ്ട് സെന്റൻസിൽ അത് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കുക. ആസെന്റ്, ആക്സെന്റ്. നെക്സ്റ്റ് ഐഡിൽ, ഐഡൽ. കോസ്, കോസ്. പ്രിൻസിപ്പൽ, പ്രിൻസിപ്പാൾ. കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ്. ഇത്രയും വേർഡ്സിന്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, ഏതിന്റെങ്കിലും ഒന്നിന്റെ ആൻസർ എഴുതിയാലോ? ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണോട്ട് എത്ര എണ്ണം ആയതുണ്ട് മക്കളെ? ഫസ്റ്റ് വൺ ഒന്നിൽ തന്നെ രണ്ട് സെന്റൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞ നമ്പർ കൊടുത്തതിൽ രണ്ട് സെന്റൻസ് ഉണ്ട്. ആ രണ്ടിൽ ഒരേ വേർഡ്സ് ആണ് അല്ലേ? അപ്പൊ അത് എന്ത് എഴുതാൻ? മീനിങ് എഴുതാൻ വേണ്ടിട്ടാണ്. ഒരു വേർഡിന് ഒരു മീനിങ് അല്ലേ ഉണ്ടാവുക. സ്പെല്ലിങ് നോക്ക. ഓക്കെ ഓക്കെ, നിർമ്മലേ അൺമ്യൂട്ട് ചെയ്യണ്ട, ഒന്ന് വായിച്ചു ചെയ്യാം നമ്മുടെ ലെസൺ. പേജ് നമ്പർ 23. പേജ് നമ്പർ 23. വായിക്കട്ടെ? യെസ്. No one had arrived white. Would the Toto Chan go to the door of the railroad car? The railroad car. എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ലെസൺ? ഞാൻ ഈ ലെസൺ എടുക്കുമ്പോ ഉണ്ടായിട്ടില്ല. യൂട്യൂബിൽ കണ്ടിട്ടില്ലേ? ചേട്ടൻ പണിക്ക് വന്നോണ്ട് ഫോൺ കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് യൂട്യൂബിൽ കാണണം. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കുക നിർമ്മലേ. ഓക്കെ അഫ്രാസ്?
ഞാൻ ആ പാഠം ഒന്ന് ഓർമ്മ വരട്ടെ വിചാരിച്ചിട്ടാണ് വായിപ്പിക്കുന്നത്. No one had arrived yet when Toto-chan got to the door of the railroad car. The headmaster had told her would be her classroom. It was an old-fashioned car, one that still had a door handle on the outside. Out took hold of the handle with both hands and slid the door to the right. Toto-chan's heart was beating fast with excitement as she peeped inside. Oh, studying her would be like going on a perpetual journey. The windows still had baggage racks above them. The only difference was that there was a blackboard at the front of the car, and the lengthwise seats had been replaced by school desk and chair, all facing forward. The hand straps had gone too, but everything else had been left just as it was. Toto-chan went in and sat down at someone's desk. The wooden chairs resembled those at the other school, but they were so much more comfortable. She could sit on them all day. Toto-chan was so happy and liked the school so much. She made a firm decision to come to school every day and never take any holidays. Toto-chan looked out of the window. The train was stationary. But was it because the flowers and trees in the school ground slightly in the breeze? So happy, she fairly said out loud. Then she pressed her face against the window and made up a song just as she always did whenever she was happy. I am so happy am I. Why am I happy? Because just at the moment someone got on. It was a girl. She took her notebook and pencil box out of her school bag and put them on her desk. Then stood on tiptoe and put the bag on the rack. She put her shoe back up there too. Toto-chan stopped singing and quickly did the same. After that, a boy got on. He stood at the door and threw his bag on the baggage rack as if he were playing basketball. It bounced off and fell on the floor. Bad shot, said the boy. Talking, I am. Ashwin, where are you looking at? Again from the same place. This time it stayed on. Nice shot. He shouted, followed by no bad shot. As he scrambled on to the desk and opened his bag to get out his notebook and pencil box. His failure to do this first evidently made it count as a miss. Eventually, there were 9 pupils in the car. They comprised the first grade at Tommy
They would all be traveling together on the same train. Going to school in a railroad car seemed unusual enough, but the seating arrangement turned out to be unusual too. At the other school, each pupil was assigned a specific desk, but here Here. they were sit, were allowed to sit anywhere they liked at any time. After a lot of thought and a good look around, Totochan decided to sit Decided. next to the girl. Decided to sit next to the girl who had come after her that morning. Okay, we are going to wind up our class. Bye. See you in next class. Bye. Miss WhatsApp note. Bye.